പാകിസ്ഥാനിലെ ഇന്ത്യൻ ചാനലുകൾക്ക് നിരോധനം. DTH വഴിയുള്ള ചാനലുകൾക്കാണ് നിരോധനം. ബലൂചിസ്ഥാനിൽ ഇന്ത്യ റേഡിയോ പ്രക്ഷേപണം തുടങ്ങിയ സാഹചര്യത്തിലാണ് നടപടി. വിവരങ്ങളുമായി റിനു ചേരുന്നുണ്ട് തത്സമയം. റിനു, എന്തൊക്കെയാണ് വിവരങ്ങൾ? സൗമ്യ, പാകിസ്ഥാനിൽ നമുക്കറിയാം കാശ്മീർ പ്രദേശങ്ങളിലെ വിഘടനവാദ പ്രവർത്തനങ്ങൾ, പാകിസ്ഥാന്റെ ഒത്താശയോടുകൂടിയുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾ അതിശക്തമായി നടക്കുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിന് മറുപടിയായിട്ടാണ് ബലൂചിസ്ഥാനിൽ, അതായത് പാകിസ്ഥാന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന ബലൂചിസ്ഥാനിൽ വിഘടനവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള പ്രക്ഷോഭങ്ങളും അവർ നടത്തുന്നു. പാക് വിരുദ്ധ പ്രക്ഷോഭം എന്ന് വേണം പറയാൻ. പാക് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ബലൂചിസ്ഥാനിൽ നടത്തുന്നുണ്ട്. ഇതിനെ പ്രധാനമന്ത്രി അനുകൂലിക്കുന്ന നിലപാടുകളും ഈ അടുത്ത ഇടയിലായിട്ട് എടുത്തിരുന്നു. അതേസമയം അതിനുശേഷം ആകാശവാണിയിലൂടെ ബലൂചി ഭാഷയിൽ സംരക്ഷണം നടത്തുവാനുള്ള, പ്രക്ഷേപണം നടത്തുവാനുള്ള ഒരു അനുമതി കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാവണം ഒരുപക്ഷെ അങ്ങനെ ഒരു അനുമതി കൊടുത്തതിൻ്റെ ഫലമായിട്ടായിരിക്കണം ഈ ഇന്ത്യൻ ചാനലുകൾക്ക് പാകിസ്ഥാനിൽ നിരോധനം ഏർപ്പെടുത്തിയത് എന്ന് കരുതാൻ. മറ്റൊരു കാര്യം കൂടി നോക്കേണ്ടത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു വ്യോമയാന കരാർ എന്ന് വേണമെങ്കിൽ പറയാം. വ്യോമയാന താവളങ്ങൾ പരസ്പരം കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരാർ ഈ അടുത്ത കാലത്തായിട്ട് ഒപ്പുവെച്ചിരുന്നു. എന്നാൽ ഇതിന് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് പാകിസ്ഥാൻ എടുത്തിരുന്നത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ആയിരിക്കണം ഇത്തരത്തിലൊരു നടപടി പാകിസ്ഥാൻ എടുത്തത് എന്ന് വേണം കരുതാൻ. സൗമ്യ. റിനു ആണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യൻ ചാനലുകൾക്ക് പാകിസ്ഥാനിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. റിനുലേക്ക് തന്നെ ഒരിക്കൽ കൂടി പോവുകയാണ്. റിനു, ഇപ്പോഴത്തെ ഈ ഒരു നടപടി, പ്രത്യേകിച്ച് നേരത്തെ തന്നെ അതിർത്തി വിഷയങ്ങളിലൊക്കെ പാകിസ്ഥാൻ പ്രകോപനപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന ആക്ഷേപം പൊതുവിലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ നടപടിയോട് കേന്ദ്ര സർക്കാർ ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? സർക്കാർ ഇതുവരേക്കും ഈ ഒരു നടപടിയോട് ഒരു പ്രതികരണം അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചെറിയൊരു അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിനോട് കൂടിയുള്ള ഒരു തെളിവ് കൂടിയാണ് ഇത്. DTH വഴിയുള്ള ചാനലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ഇത്തരമൊരു നടപടിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയോടുള്ള ഒരു അനുകൂല നടപടിയിൽ നിന്ന് പിന്മാറുന്ന ഒരു നടപടിയാണ് പാകിസ്ഥാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വ്യോമയാന താവളങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരുന്നു. അത് ഈ 2 ദിവസങ്ങൾക്ക് മുമ്പാണ്. ഇതിനെ ശക്തമായി എതിർത്തിരുന്നു പാകിസ്ഥാൻ. അത്തരത്തിലുള്ള ഇന്ത്യ എടുക്കുന്ന എല്ലാ നടപടികളെയും ശക്തമായിട്ട് വിമർശിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടുമുള്ള ഒരു നിലപാടിലേക്ക് പാകിസ്ഥാൻ പോകുമ്പോൾ ഇന്ത്യയിൽ അത് നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ഈ നടപടികളെല്ലാം തന്നെ എതിർക്കുന്ന ഒരു നിലപാടിലേക്ക് പാകിസ്ഥാൻ പോകുന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണ് DTH വഴിയുള്ള ഇന്ത്യൻ ചാനലുകൾക്ക് പാകിസ്ഥാനിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സൗമ്യ. റിനു ആണ് വിവരങ്ങൾ നൽകിയത്. DTH വഴിയുള്ള ഇന്ത്യൻ ചാനലുകൾക്ക് പാകിസ്ഥാനിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു.